ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബട്ടർ ആലു മസാല റെസിപ്പിയും കൊണ്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ വെജിറ്റേറിയൻസൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡിഷാണ്. നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുക്കണം. ഉപ്പിട്ടിട്ട് നമ്മളൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഉടഞ്ഞു പോകുന്ന രീതിയിൽ വേണ്ട, അത്യാവശ്യം വേവാവുന്നത് വരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചതിന് ശേഷം മാത്രം നമ്മളിതിൻ്റെ തൊലി കളയുന്നുള്ളൂ. പിന്നെ നമ്മളിതിലേക്കുള്ള മസാലയാണ് റെഡിയാക്കുന്നത്. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് 50 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബട്ടർ തന്നെ എടുക്കുക കേട്ടോ, നല്ല നമുക്ക് ആ ഒരു മസാലയൊക്കെ ബട്ടറിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഏത് ബട്ടറാണെങ്കിലും കുഴപ്പമില്ല, സാൾട്ടഡ് ബട്ടർ ആണെങ്കിലും അൺസാൾട്ടഡ് ബട്ടർ ആണെങ്കിലും. നമ്മൾ ബട്ടർ ചിക്കനൊക്കെ മസാല റെഡിയാക്കുന്നൊക്കെ പോലെ തന്നെയാണ് ഇതും. ഇതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് വേവിച്ച ഉരുളക്കിഴങ്ങാണ് കേട്ടോ, ഞാൻ തൊലി കളഞ്ഞിട്ടുണ്ട്. വേവിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി എടുത്ത് മാറ്റാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇതിലിട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങിന് ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് നമ്മളിത് ഫ്രൈ ആക്കുന്നില്ല. അപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇത്രയും മതി, ഒരുപാട് വേണ്ട. എന്നിട്ട് നമ്മൾ ഇത്രയും ബട്ടർ നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് കുറച്ച് എടുത്തതിന് ശേഷം മാത്രം ഉള്ളി ഇട്ട് കൊടുത്താൽ മതി. അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പം ഞാൻ കുറച്ചൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ബട്ടറിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഒരുപാട് ബ്രൗൺ കളറാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പം ഇതിലേക്ക് ഒരുപാട് മസാലയൊന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ. ബട്ടർ ചിക്കൻ എല്ലാവർക്കും അറിയാം, ഒരുപാട് സ്പൈസി അല്ല, കുറച്ച് സ്വീറ്റായിട്ടാണ് നമ്മൾ ബട്ടർ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ആലു ബട്ടർ മസാല ചെയ്യുമ്പോഴും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർക്കുന്നത്. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടല്ല ചേർക്കുന്നത് കേട്ടോ, ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ. നമ്മൾ ഈ മസാല ലാസ്റ്റ് ഒന്നും കൂടെ നമ്മൾ അരച്ചെടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒരുപാട് ഇത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്കിതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് സമയം അണ്ടിപ്പരിപ്പൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ മസാല അരക്കുന്ന സമയത്ത് തന്നെ അണ്ടിപ്പരിപ്പ് അതിൻ്റെ കൂടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരിഞ്ഞ് കിട്ടും. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ തക്കാളിൻ്റെ പുളിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് നമ്മൾ തൈരോ ചെറുനാരങ്ങ നീരോ ഒന്നും ചേർക്കണില്ല. തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പച്ചമുളകൊന്നും ചേർക്കണില്ല കേട്ടോ. എന്നിട്ടിത് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. മസാല ഒന്ന് വേഗം വേണ്ടിയിട്ടാണ് കേട്ടോ, തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കത് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളി തക്കാളി ഒക്കെ കൂടെ ഞാനൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ നിങ്ങൾ അരച്ചെടുക്കുക കേട്ടോ, എന്നാലും നമുക്ക് ആ ഒരു ഗ്രേവി നല്ല ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. ഇതിലേക്ക് ആ മിക്സി കഴുകിയ ഒരു ഇതും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്, വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്, മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം. ഇനി ഇതിലേക്ക്
നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഞാൻ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ ഞാൻ കസൂരി മേത്തിയാണ് ചേർക്കുന്നത്. നമ്മൾ ബട്ടർ ചിക്കനൊക്കെ ചെയ്യുമ്പോൾ ചേർക്കാറുണ്ട് ഇത്. ഇവിടെ മേത്തി ഇല, ഉലുവേൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ, അങ്ങനെ പച്ച ഇല കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ കടകളിലും ഇപ്പോൾ കിട്ടുന്നതാണ് കസൂരി മേത്തി, ഇങ്ങനെ കിട്ടാറുണ്ട്. ഇതൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും അല്ല കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഉരുളക്കിഴങ്ങ് ഈ മസാലയിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ക്രീം ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ക്രീം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ക്രീം കൂടുതൽ ചേർത്താലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്തും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ക്രീം ചേർത്തതിന് ശേഷം ഒരുപാട് നമ്മൾ തിളപ്പിക്കണ്ട കേട്ടോ. ഇനി നമുക്ക് തീ ഇതൊന്ന് ഓഫ് ചെയ്യാം. ഇനി ആ ചട്ടിയിൽ കിടന്ന് തന്നെ കുറച്ച് സമയം തിളക്കും. നമ്മുടെ ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മല്ലിയില നമ്മൾ ആ ചൂട് കിടന്നിട്ട് തന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ ഇതിൽ ഈ മസാലയിൽ ഉണ്ടാവും. ഇനി ലാസ്റ്റ് നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രേവി നല്ല ടേസ്റ്റാണ്. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, പൂരിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ആലു മസാല നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് കേട്ടോ ഇത്. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്. കസൂരി മേത്തിയാണ് ഇനി കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.